രാത്രി കാലങ്ങളിൽ ദുബൈയിലേക്ക് യാത്ര ചെയ്യാൻ ഒരു ഒന്നൊന്നര വൈബാണ്. യാത്രയിൽ ഭക്ഷണം കഴിക്കണമല്ലോ. ഭക്ഷണം തേടി പലയിടത്തും അലഞ്ഞു. അങ്ങനെ അവസാനം ഞങ്ങൾ വന്നെത്തിയത് ഷാർജയിലെ കോഴിക്കോട് റെസ്റ്റോറൻറ്റിലേക്കാണ്. വിഭവസമർത്ഥമായ ഒരുപാട് രുചികളുടെ കലവറയാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. നല്ല തിരക്കുള്ള റെസ്റ്റോറൻ്റ് ആണ്. കാരണം പാർക്കിംഗ് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടി. പിന്നെ ഞങ്ങൾക്ക് ഡൈനിങ് ടേബിൾ കിട്ടാൻ വീണ്ടും ക്യൂ നിൽക്കേണ്ടി വന്നു. ഐ ലവ് കോഴിക്കോടെന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ. പെട്ടെന്ന് നമുക്ക് സീറ്റ് റെഡിയായി. നമ്മളെ വിളിച്ചു. നമ്മളുള്ളിൽ പ്രവേശിച്ചു. മെനു ഒക്കെ എടുത്ത് ഇങ്ങനെ നോക്കി. ഒരു അടിപൊളി ഐറ്റം ഓർഡർ ചെയ്ത് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെച്ച് സംസാരിച്ചിരുന്നപ്പോഴാണ് വെൽക്കം ഡ്രിങ്ക് വന്നത്. അതെടുത്ത് കുടിച്ചു. നല്ല സുഖമുള്ള ഒരു ഡ്രിങ്ക് ആയിരുന്നു. വെൽക്കം ഡ്രിങ്ക് തീർന്നു. വീണ്ടും വിശപ്പും ബോറടിയും മാത്രം. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു സലാഡ് എത്തിയത്. സലാഡ് ഫിനിഷ് ചെയ്ത് തീരുമാനമാക്കിയപ്പോഴാണ് അപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്ത ആ സ്പെഷ്യൽ ഐറ്റം എത്തിക്കഴിഞ്ഞിരുന്നു. അതാണ് ചൂട് പോത്തുംകാല. ആവി പറക്കുന്നുണ്ടോ? കണ്ടോ. ഇതിൻ്റെ കൂടെ മടക്ക് ചപ്പാത്തിയും പൊറോട്ടയും സ്പൈസി ചിക്കൻ കടായും ഉണ്ട്. ചൂട് പോത്തുംകാലിലുള്ള ഞങ്ങളുടെ ഈ പിടിവലി കണ്ടപ്പം വെയിറ്റർ കത്തരിയായി കൊണ്ടുവന്ന് അതെല്ലാം ചെറിയ പീസുകളായി മുറിച്ച് സഹായിച്ചു. അങ്ങനെ വളരെ ഭംഗിയായിട്ട് ആ വെയിറ്റർ ഞങ്ങൾക്ക് വേണ്ടി സെർവ് ചെയ്തു. ഇപ്പോൾ അനുഭവപ്പെടുന്നത് ആ മസാലയുടെ അത്യുഗ്രമായ മണമാണ്. അങ്ങനെ പോത്തുംകാലും ചിക്കനും പൊറോട്ടയും ചപ്പാത്തിയും എല്ലാം ആസ്വദിച്ച് കഴിച്ചു. പോത്തിൻകാല് വാങ്ങിയാൽ പ്രധാനപ്പെട്ട ഒരു കടമ്പ കടക്കാനുണ്ട്. അതിനുള്ളിലുള്ള മജ്ജ എടുക്കുക എന്നുള്ളത്. മജ്ജയെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. അതിനുള്ളിലുള്ള ആ ചൂടുള്ള മഞ്ഞ വലിച്ചു കുടിക്കാൻ എന്തൊരു ടേസ്റ്റ് അറിയും. തീർച്ചയായിട്ടും രുചിയോടെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് പോത്തുംകാല്. ഇതാണ് ആ എല്ലിനുള്ളിലിരുന്ന മജ്ജ. അങ്ങനെ പോത്തുംകാലും ചിക്കനും ഒക്കെ വാരി തട്ടിയിട്ട് ഒരു 4 ചൂട് ചായ കൂടി അങ്ങോട്ട് ഓർഡർ ചെയ്തു. അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പമുള്ള ഒരു ഡിന്നർ ഷാർജയിൽ ആസ്വദിച്ചു കഴിച്ചു. എല്ലാവരും ഹാപ്പി. സുഹൃത്ത് ബന്ധങ്ങളെ എപ്പോഴും കൂടെ ചേർന്ന് നിർത്തണം. അതുപോലെ നമ്മൾ അവരോടൊപ്പവും ചേർന്ന് നിൽക്കണം. ഇവരോടൊപ്പമുള്ള സൗഹൃദം എനിക്ക് മറക്കാനാവില്ല. അങ്ങനെ പേയ്മെൻറ്റ് ചെയ്തു. ഞങ്ങൾ നേരെ അബുദാബിയിലേക്ക് പറക്കാൻ പ്ലാൻ ചെയ്തു. കൂട്ടുകാരെ, നല്ലത് ചെയ്യുന്നത് ഒരു കടമ മാത്രമല്ല, സന്തോഷവും കൂടിയാണ്. കാരണം അത് നമ്മുടെ സമാധാനവും ആരോഗ്യവും വർദ്ധിപ്പിക്കും. എല്ലാം കഴിഞ്ഞ് അടിപൊളി പാട്ടുകളൊക്കെ വെച്ച് ദുബൈയുടെ ഈ മനോഹരമായ ഹൈവേ വഴി ഞങ്ങൾ അബുദാബിയിലേക്ക് പാഞ്ഞു. കൂട്ടുകാരെ, ലൈഫ് ആഘോഷിക്കുക, സന്തോഷിക്കുക. താങ്ക് യു.